പണ്ട് ഈ നമ്മുടെ ഈ ശിവശങ്കറിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് അയാൾ അവിടെ പോകാറുണ്ടായിരുന്നൊരു ഫ്ലാറ്റിൻ്റെ സെക്രട്ടറിയുടെ ബൈറ്റ് എടുക്കാൻ പോയ ആൾക്കാരാണ്. ഇയാൾ എങ്ങോട്ട് പോകുന്നു എന്നാണ്. എന്നാൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്ത ചാനലാണ്. ഇതെന്തേ പോയി നാട്ടിൽ ചോദിക്കാത്തേ? ഇന്നലെ മലയാള മനോരമ തന്നെ പ്രസിദ്ധീകരിച്ച വാർത്തയുണ്ട്. മനോരമ ഒരു വശത്ത് എഡിറ്റോറിയൽ എഴുതി, ഒരു വശത്ത് പ്രസിദ്ധീകരിച്ചു ഇയാൾക്കെതിരായ പൂർവ്വകാല കേസുകൾ. എന്തൊക്കെയാണ് കേസ്? ഞാൻ മനോരമയിൽ വായിച്ചറിഞ്ഞ ആളാണ്. എന്തൊക്കെയാണ് കേസ്? മനോരമ തന്നെ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ കേസ് എന്താ കേസ്? ഇപ്പോൾ അപകടകരമാം വിധം വാഹനം ഓടിക്കുന്നത് അതോടെ നിൽക്കട്ടെ, അതോടൊപ്പം സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള അംഗവിക്ഷേപങ്ങൾ കാണിച്ചതിന് അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഒരു ക്രൈമിന് അയാൾക്കെതിരെ മുമ്പ് പരാതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരാളെക്കുറിച്ച് ഇത് ആരോപണം ഉന്നയിക്കുമ്പോൾ ആരെയൊക്കെ അറിയില്ലല്ലോ. ഒരു സ്ത്രീ, ഇവിടെ 2 വനിതാ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ. ഇനി നിങ്ങളുടെ എല്ലാം വീട്ടിൽ അമ്മയും സഹോദരിമാരൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്കെല്ലാം അറിയാലോ. അവരങ്ങനെ വാദം ചെയ്യിക്കാൻ വേണ്ടി അങ്ങനെ പറയോ? അതും ആദ്യത്തെ ഇൻസ്റ്റൻസിൽ തന്നെ പറയോ? അപ്പോൾ അങ്ങനെ സ്ത്രീകളെ, അപ്പോൾ എന്തുകൊണ്ടാണ് കാര്യം? ഇതേ കാര്യം കോൺഗ്രസിൻ്റെ ഒരു നേതാവോ ജനപ്രതിനിധിയാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ നമ്മുടെ മനോരമ ചാനലിലൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നാൽ മാൻ ഓഫ് ദി ഇയർ അങ്ങനെയല്ലേ അവാർഡിൻ്റെ പേര്, അവാർഡ് കൊടുത്തനെ, വാർത്തയിലെ വലിയ വിപ്ലവ സിംഹമായി മാറിയനെ. ഇത് ഇടതുപക്ഷമായിപ്പോയല്ലേ. മേയർ ആര്യ അവർ തിരഞ്ഞെടുക്കപ്പെട്ട് ചെറിയ പ്രായത്തിൽ അപ്രതീക്ഷിതമായി മേയർ സ്ഥാനത്ത് വന്ന ദിവസം മുതൽ അവരെ പിന്തുടർന്ന് ആക്രമിക്കുകയാണ്. അതിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അങ്ങനെ ഒരാളെ ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡ് ഉയർന്നു വരേണ്ടതില്ല എന്ന ലക്ഷ്യമാണ്. അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള നല്ല ശേഷി ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിനുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ സംഭവത്തിൽ ഇത് മാത്രമല്ല, മേയർ ആര്യ മാത്രമല്ല, സൈബർ ലിഞ്ചിങ്ങിൻ്റെ വിക്ടിംസായി മാറുന്ന എത്രയോ മനുഷ്യർ. അതിൽ മാധ്യമങ്ങളോട് എനിക്ക് വിനയപുരസ്സരം അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ സെലക്റ്റീവ് ആകരുത്. നിങ്ങൾ അച്ചൂമ്മനെതിരെ സൈബർ ആക്രമണം നടന്ന സന്ദർഭത്തിൽ അതിനെ തള്ളിപ്പറയാൻ നല്ല ധീരത കാണിച്ചവരാണ് ഞങ്ങളൊക്കെ. അന്ന് അതിൽ ഒരാളെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെയോ മറ്റോ ഏതൊരാളെ ഈ കൺട്രോൾമെൻറ്റ് പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ പിന്നാലെ ക്യാമറയുമായി ഓടിയവരാണ് നിങ്ങളിൽ കൂടുതൽ പേര്, അല്ലേ? ആ മുഖമൊന്ന് പുറത്ത് ലോകത്തെ കാണിക്കുക. ആ ജാഗ്രത, അത് സെലക്റ്റീവ് ആവരുത് കേട്ടോ. ആ ജാഗ്രത എല്ലാ കാര്യത്തിലും കാണിക്കാൻ നിങ്ങൾ മാന്യത കാണിക്കണം. അതുണ്ടാകുന്നില്ല. പിന്നെ നിങ്ങളങ്ങനെ ആരെങ്കിലും സെലക്റ്റീവായി നിന്നുകൊണ്ട് ഓവർ ടൈം പണിയെടുത്തത് കൊണ്ട് മേയർ ആര്യ അല്ലെങ്കിൽ ശൈലജ ടീച്ചർ ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഏതെങ്കിലും വനിത അയ്യോ ഈ പണിയെല്ലാം നിർത്തി അങ്ങ് വീട്ടിൽ പോയി നിന്നേക്കും എന്നും ദയവായി തെറ്റിദ്ധരിച്ചേക്കരുത്. അപ്പോൾ ഇത് കേരളത്തിൽ വളരെ സംഘടിതമായി ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഒരു സൈബർ ഗുണ്ടാസംഘം ഉണ്ടായിരിക്കുന്നു. ആ സൈബർ ഗുണ്ടാസംഘം ഇപ്പോഴല്ല, ഏറെക്കാലമായി അതിൻ്റെ പ്രവർത്തന പച്ചപ്പാതയിലാണ്. അതിനെ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയണം, ഒറ്റപ്പെടുത്താൻ കഴിയണം. അത്തരം പ്രവണതകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിനും കേരളത്തിൻ്റെ പൊതു സംസ്കാരത്തിനും ചേർന്നതല്ല എന്ന് പറയാനുള്ള മാന്യതയും മര്യാദയും നമ്മൾ ഓരോരുത്തരും കാണിക്കണം. നമുക്കെല്ലാവർക്കും അതിൽ ബാധ്യതയുണ്ട്. അതിൽ DYFI ഇപ്പോൾ ആര്യയുടെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ പറയുന്നുണ്ട്. ഈ സച്ചിൻ ദേവിൻ്റെ ഈ പറയുന്ന ഇന്നലെ ഞാൻ ആദ്യം പരാമർശിച്ച ഈ മാധ്യമവിശാരദനായ മഹാനുഭാവൻ്റെ ഇടപെടലിനെ സംബന്ധിച്ച് ഉള്ള കാര്യത്തിൽ അതും നിയമ നടപടി സ്വീകരിക്കും. ശക്തമായി ഞങ്ങൾ നിയമപരമായാണ് പ്രതിരോധിക്കുന്നത് എല്ലാ കാര്യത്തിലും, എല്ലാ ഘട്ടത്തിലും.